ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. അരുണിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, ഞാനിപ്പോൾ ഉള്ളത് ശ്രീകുട്ടിയുടെ വീട്ടിലാ. അരുൺ എന്തിനാ അവിടേക്ക് പോയത്? അത് പിന്നെ മോൾക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റി, ഇവിടെ ആരുമില്ല, ആരെങ്കിലും വന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അതൊക്കെ അവരുടെ വീട്ടുകാർ നോക്കിക്കോളും. അരുൺ അധികം അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് അഖിലിനെ കാണാൻ വേണ്ടി പോകേണ്ടതാ. ശരിയെന്ന് പറഞ്ഞ് അരുൺ കോള് കട്ട് ചെയ്യുന്നു. അതേസമയം ദേഷ്യത്തോടെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഐശ്വര്യ. അരുണിനിപ്പോ ഊണിലും ഉറക്കത്തിലും ശ്രീകുട്ടിയാണ്. അന്യ കുട്ടികളെ സ്നേഹിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം. ഇതിനിയും ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഐശ്വര്യ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അമ്മ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ശ്രീകുട്ടി പറയുമ്പോൾ മോളിപ്പോൾ തൽക്കാലം അങ്കിളിന്റെ മടിയിൽ തല വെച്ച് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് കുഞ്ഞിനെ മടിയിലേക്ക് കിടത്തുകയാണ് അരുൺ. ഈ കാഴ്ച കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് അശ്വതി. എൻ്റെ മോൾക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ ഭാഗ്യമുണ്ടായല്ലോ, അത് മാത്രം മതി. അങ്ങനെ അവരെ രണ്ടുപേരെയും സ്നേഹത്തോടെ നോക്കി നിന്നിട്ട് അശ്വതി പുറത്തേക്കിറങ്ങി അഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. തുടർന്ന് അഖിൽ ഫോൺ എടുക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അഖിലിനോട് പറയുകയാണ് അശ്വതി. ചേച്ചി വിഷമിക്കാതെ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് അഖിൽ പറയുന്നു. തുടർന്ന് മോള് നന്നായി ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന അരുൺ മോളെ സോഫയിലേക്ക് കിടത്തുകയാണ്. അതേസമയം അഖിലും അങ്ങോട്ടേക്ക് വരുന്നു. അഖി, നീ എന്താ ഇവിടെയെന്ന് അരുൺ ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, അത് പിന്നെ ശ്രീകുട്ടിയുടെ അമ്മ എന്നെ വിളിച്ച് മോള് വീട്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്, അവരെന്തൊരമ്മയാ, റോഡിലാണോ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? നീ കണ്ടോ അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന്? മോൾക്ക് ആക്സിഡന്റ് ആയി. എന്തായാലും ഇപ്പം മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അരുണേട്ടൻ എന്താണെങ്കിലും വീട്ടിലേക്ക് പോയിക്കോ. അശ്വതി ചേച്ചി വരുന്നതുവരെ ഞാനിവിടെ നിന്നോളാമെന്ന് അഖിൽ പറയുമ്പോൾ അരുൺ ചോദിക്കുകയാണ്, നിനക്ക് കടയിൽ തിരക്കുള്ളതല്ലേ? ഏയ്, അത് സാരമില്ല, ഏട്ടൻ പോയിക്കോളാൻ അഖിൽ പറയുമ്പോൾ അരുൺ ചോദിക്കുകയാണ്, എന്നാലും ആ അശ്വതി എവിടെ പോയതായിരിക്കും? ആർക്കോ എന്തോ ആക്സിഡന്റ് ആയെന്നാ പറഞ്ഞത്. എനിക്കും കൂടുതലായിട്ടൊന്നും ചോദിക്കാൻ പറ്റിയില്ല, വന്നിട്ട് വേണം ചോദിച്ചറിയാൻ. എടാ, എന്ത് എമർജൻസി ആയാലും ഈ കുഞ്ഞിനെ ഇങ്ങനെ റോഡരികിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പാടുണ്ടോ? അശ്വതി വരട്ടെ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളെന്ന് അരുൺ ദേഷ്യത്തോടെ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ഏട്ടൻ ഇപ്പോൾ പോക്കോ, ഞാൻ എന്താണെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. തുടർന്ന് അരുൺ ചോദിക്കുകയാണ്, അല്ല, അശ്വതിയും ആദ്യം തമ്മിലുള്ള അടുപ്പം നിനക്കറിയാമായിരുന്നല്ലോ, പിന്നെ നീയും ശ്യാമയും എന്താ ഈ അശ്വതിയോട് ഇത്ര അടുപ്പം കാണിക്കുന്നത്? ഇത് കേൾക്കുന്ന അഖില് ആദ്യം ഒന്ന് അമ്പരക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല, ഏട്ടനും ആ ബന്ധം അറിയാമെന്നതാണല്ലോ, എന്നിട്ട് ഏട്ടൻ എന്തിനാ ഈ മോളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അത് നീ പറഞ്ഞത് ശരി തന്നെയാ, ആദ്യേട്ടനും ഇവിടുത്തെ അശ്വതിയുമായിട്ടുള്ള ബന്ധത്തിന് ഞാൻ എതിര് തന്നെയാ. പക്ഷേ അഖി, ഈ മോളെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അതിപ്പോ സ്നേഹമോ വാത്സല്യമോ എന്താണെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ മോൾ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്നൊരു തോന്നൽ. എന്തോ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നത് പോലെയാ. അത്രയും പറഞ്ഞ് ശ്രീകുട്ടി ഒന്ന് നോക്കിയിട്ട് അരുൺ പറയുകയാണ്, എന്താണെങ്കിലും ഞാനിപ്പോൾ പോകുക. നീ എന്താണെങ്കിലും അശ്വതി വരുമ്പോൾ കാര്യം ചോദിക്കണം. ഈ മോളെ ഇനിയും വിഷമിപ്പിക്കരുതെന്ന് അശ്വതിയോട് നീ പറയണമെന്നും അരുൺ പറയുന്നു. അല്ലാഗി, ഞാനൊരു കാര്യം വിട്ടുപോയി, ഐശ്വര്യ നിന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാ. എന്താ ഏട്ടാ, എന്താ കാര്യമെന്ന് അഖിൽ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ലെന്നും എന്നോട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാനും നിന്നെ കാണാൻ ഇറങ്ങണമെന്നും പറഞ്ഞു. ഞാൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, നീ അശ്വതി വന്നിട്ട് ഇവിടെ നിറങ്ങിയാൽ മതി. ഞാനും ഐശ്വര്യയും കൂടി നിന്നെ കാണാൻ വന്നേക്കാമെന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്നിറങ്ങുകയാണ്. അപ്പോഴാണ് അഖിലിനും അശ്വതിക്കും ഒരേപോലെ സമാധാനമാകുന്നത്. തുടർന്ന് അരുണിനെ യാത്രയാക്കാനായി അഖില് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അരുൺ പറയുകയാണ്, എടാ, അകത്തേക്ക് ചെല്ല്, മോള് എഴുന്നേക്കുമ്പോൾ ആരെയും കണ്ടില്ലെങ്കിൽ പേടിക്കും. ചെല്ലെന്ന് പറഞ്ഞ് അരുൺ ധൃതിയില് അഖിലിനെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അരുൺ പോയതിനു ശേഷം അശ്വതി മോളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. തുടർന്ന് അഖിൽ അകത്തേക്ക് വരുമ്പോൾ അശ്വതി പറയുകയാണ്, അഖിൽ ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഇന്ന് എൻ്റെ മോൾക്ക് ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ കിട്ടി, എനിക്ക് അത് മതി, അത് തന്നെ ധാരാളം. ശരി, ഞാനെന്നാ ഇറങ്ങട്ടെ, അരുണേട്ടൻ ഏട്ടത്തെയും കൂടി എന്നെ കാണാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ശരിയാകി, ഞാൻ എൻ്റെ മോളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് അശ്വതിയും പറയുന്നു. അങ്ങനെ അഖില് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും അരുണും കൂടി അഖിലിനെ കാണാൻ വന്നിരിക്കുന്നതാണ്. അഖി, നീ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് വലിയ സങ്കടമാണ്, ഉറക്കത്തിലൊക്കെ നിന്റെ പേര് വിളിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്, അമ്മയ്ക്ക് അങ്ങനെ വിഷമമൊന്നും ഉണ്ടാകില്ല, അമ്മേ എനിക്ക് വേണ്ടി പെണ്ണുങ്ങളെ ആലോചിക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ. എൻ്റെ അഖി, നിനക്ക് അമ്മയോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിലേ നീ ഒന്ന് വന്ന് അമ്മയെ കാണുകയെങ്കിലും ചെയ്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ എന്ന് അരുണും ചോദിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, എനിക്ക് അങ്ങോട്ടേക്ക് വരാനും അമ്മയെ കാണാനും ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷേ അങ്ങനെ വേണമെങ്കിലേ അമ്മ ആദ്യം ശ്യാമയെ വിളിക്കണം. ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ അഖിലിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.